വേലൂർ കമ്മിറ്റി ഉത്തരവാദിയല്ല, വേലൂരിൽ നിന്ന് വെള്ളം കൊടുത്തവർ ഉത്തരവാദിയല്ല, വിറ്റവർക്കല്ലേ ഉത്തരവാദിത്വമുള്ളൂ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെടുത്തുനിന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുപോയി ആരെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു ഉത്തരവാദിത്വമുള്ളൂ, നമ്മക്കില്ല. ഇരിക്കട്ടെ, വേലൂർ കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമുണ്ടോ? ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മുസ്ലിയാര് അത് വിറ്റ് പൈസയാക്കിയതിന് അവർക്ക് ഉത്തരവാദിത്വമുണ്ടോ? നിങ്ങൾ പറയോ? എന്നാ അതാരാ? അതൊന്ന് കേട്ടോളി. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പോ കുറെ കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, വെല്ലൂരിൽ നിന്ന് വെറുതെ വെള്ളം കിട്ടി, അത് കൊണ്ടുവന്നിട്ട് 25,000 ഒരു കുപ്പി വിറ്റ്, 2 കുപ്പി വിറ്റ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ഇത് വിറ്റ് കാശാക്കിയത് ആരാ? ആളെ നിങ്ങൾ കണ്ടല്ലോ. ഈ 2 കുപ്പി. ചോദിക്കട്ടെ, ഇവരല്ലേ ഈ സമുദായത്തിൽ ഇത് പറഞ്ഞു നടക്കുന്നത്? ഇനി ഞാൻ ചോദിക്കാണ്, തീർന്നില്ല. എന്നിട്ട് ഇയാള് പറയുന്നേ, ഇവർ നമ്മളെ കൊണ്ട് പറയാണ് ഇവർക്കൊക്കെ മൈക്ക് കിട്ടുന്നോണ്ട് അവിടെ മുജാഹിദ് ഉണ്ടാകുന്നത്, നമ്മക്ക് മൈക്ക് കിട്ടുന്നുണ്ടാ മുജാഹിദ് ഉണ്ടാകുന്നത്. ഇയാളാ പറയുന്നേ. ഒന്ന് വെച്ചെടുത്തോനെ. ഇതിന്റെ മറവില് കളിച്ചാൽ വഹാബികളെ ഞങ്ങൾ വിടൂല എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ മറവ് നിങ്ങൾ കളിക്കണ്ട. നിങ്ങള് അബദ്ധം ഇവർക്കൊക്കെ ധാരാളം, ഇവർ അബദ്ധത്തിന് വേണ്ടി ഉണ്ടാവുന്നതാവാം. ഇവരൊക്കെ മൈക്ക കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആളെ കൂടുന്നതെന്നും ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞമ്മക്ക് മൈക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആള് കൂടുന്നത് എന്നറിയാം. അത് ഞമ്മക്ക് മൈക്ക് കിട്ടുന്നതുകൊണ്ട് മുജാഹിദ് കൂടാണ് പറഞ്ഞതിന്റെ തത്വം മനസ്സിലാവും. ഇത് കുറ്റ്യാടിന്നാ ഞാൻ പറയുന്നത്, കുറ്റ്യാടിന്നാ ഞാൻ പറയുന്നത്. സിറാജുൽ ഹുദന്റെ സമ്മേളനം കഴിച്ചൊരു സ്ഥലമുണ്ട്. അവിടെ ആദ്യം എന്തേനുണ്ടായ മുജാഹിദിന്റെ മദ്രസ. ആ സാധനം ഉണ്ട് ഇപ്പൊ അവിടെ. ഉണ്ടോ? ഇല്ല. ഇനി ചോദിക്കട്ടെ, ഈ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസ ഉണ്ടായിരുന്നോ? പള്ളി ഉണ്ടായിരുന്നോ? ചെറിയോമ്പലത്തുണ്ടായിരുന്നോ? തോട്ടത്തങ്കണ്ടിയിലുണ്ടായിരുന്നോ? വെള്ളഞ്ചേരിച്ചാലുണ്ടായിരുന്നോ? മണ്ണൂരുണ്ടായിരുന്നോ? അടുക്കത്തുണ്ടായിരുന്നോ? അങ്ങനെ തുടങ്ങി ഞാൻ എണ്ണട്ടെ. ഞങ്ങൾക്ക് മൈക്ക് കിട്ടിയിട്ടാണ് ഇവിടെ മുജാഹിദുകൾ ഉണ്ടാകുന്നതല്ലേ? എന്നാൽ പറയട്ടെ, 2 കാര്യത്തിന് പറയണം മറുപടി. ഒന്ന്, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാണ്, സനദുള്ള മുടിയാണ്, അതുകൊണ്ട് 25,000 എന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞങ്ങളെപ്പോട് പറഞ്ഞില്ലേ എന്തേ സനദ് പ്രസിദ്ധീകരിക്കാത്തതെന്ന്? സനദ് നിങ്ങൾ ഔദ്യോഗികമായി വന്നാൽ എന്നും കാണിച്ചു തരാമെന്ന് ഞങ്ങൾ ഇന്നും പറയുന്നു. അതിന് മർക്കസ് പോണ്ട, ഞാൻ കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയൊരു ചോദ്യമുണ്ട്. വെല്ലൂരിലെ വെള്ളമാണ്, അത് സനദുള്ള മുടിയാണ്, അല്ല സനദുള്ള മുടിയാണ്, ആ മുടിയുടെ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിറ്റത്. ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദ്, വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ 5 പൈസ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്തെ സംഘടനക്കാരോട്, നിങ്ങൾ ഡൽഹിയിൽ പോയി സനദ് വാങ്ങിയവരല്ലേ, പല സ്ഥലത്തും സനദിന്റെ ബുക്ക് കിട്ടിയവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ വെല്ലൂരിലെ സനദ് കൊണ്ടുവന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ പ്രസിദ്ധീകരിച്ചാലേ മുസ്ലിം സമുദായത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുള്ളൂ. നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ അവരിങ്ങ് കൊണ്ടത്തരും കേട്ടോ. അത് വാങ്ങേണ്ട കോലവും പറഞ്ഞുതരാം. നിങ്ങൾ കേരളത്തിൽ നിന്ന് SKSF ഓഫീസിൽ നിന്ന് വിളിക്കുക, വെല്ലൂര് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, ഞങ്ങൾ 50,000 വിറ്റു, നിങ്ങളോട് വെറുതെ വാങ്ങിയാണെങ്കിലും ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ 50,000 വിറ്റു. അതുകൊണ്ട് അതിന്റെ സെനതൊന്ന് കാണിച്ചു കൊടുക്കണം. ഒന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് സെനതൊന്ന് അയച്ചു തരുമോന്ന് ചോദിക്കാം. ഉടനെ കിട്ടും കേട്ടോ, ഫോൺ ചെയ്താൽ മതി. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. നിങ്ങളല്ലേ 50,000 വിറ്റത്,
ഇതെടുത്തിട്ട് നിങ്ങൾ മുജാഹിദിന് ഈ ലോകത്ത് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് തബറുക്കിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾ സമയമുണ്ടാക്കിയില്ലേ? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി? അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000-ന് വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത് അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്? ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? എന്നിട്ട് ഞങ്ങൾക്ക് മൈക്ക് കിട്ടുന്ന ഇവിടെ മുജാഹിദിന് കാരണമല്ലേ? നിങ്ങൾ പറയണം മറുപടി. ഞാനിതാ മുജാഹിദിന്റെ ക്ലിപ്പ് വെക്കുന്നു. അത് റസൂലുള്ളാഹിയുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ട് മുടി ജ്യൂസ് കുടിപ്പിക്കുന്നു, അങ്ങനെ അതിൽ വിറ്റ് കാശാക്കുന്നു. അങ്ങനെ മഹാനീചനാണ് കാന്തപുരം മുസ്ലിയാർ എന്നാണ് ഈ മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച അതേ മഹാനാണ്. എന്നാല് തന്റെ ഗ്രൂപ്പുകാരനോ തങ്ങളുടെ ഗ്രൂപ്പോ മോശമാണോ? പറ്റൂല. അവര് 3 നമ്മൾ 10 ആക്കണം. അങ്ങനെ 10 ആക്കുന്നെങ്കിൽ കണ്ടോളൂ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്ന് വിതരണം ചെയ്യും. കണ്ടോ, കാന്തപുരം മുസ്ലിയാരല്ല, തന്റെ മുടിയെങ്കിലും പേരെടുത്ത് വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മുടിയാണ്. ഇത് മുടിയില്ല, വെള്ളം മാത്രമേ ഉള്ളൂ എന്നാ. ആ വെള്ളത്തിന് ഒരു കുപ്പിക്ക് 25,000 രൂപ. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ബർക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിയുടെ മുടികിട്ട വെള്ളാണെന്നാ. എങ്കിൽ എല്ലാവർക്കും ഫ്രീ കൊടുക്കല്ലേ വേണ്ടത്? എല്ലാവർക്കും കിട്ടട്ടെ. പൈസക്കാരന് മാത്രം പാവപ്പെട്ടവനില്ലേ? 25,000 കൊടുക്കാനില്ലാത്തവനില്ല. ഒരു ബർക്കത്ത് വേണ്ടേ, ഒരു പോരിശ വേണ്ടേ? അങ്ങനെ കൊടുക്കൂല. അത് 25,000 കിട്ടിയാൽ ഒരു കുപ്പിക്ക് 25,000 വീതം തന്നാൽ അവർക്ക് തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്റ്റേജിലേക്ക് വരണം. പിന്നീട് നമ്മുടെ ഉസ്താദ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മൗലവിയെ കൊണ്ട് ചോദിപ്പിച്ചത് നിങ്ങളല്ലേ? വകാന ഖദമുൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് മദീനത്തെ പാവപ്പെട്ട തൊഴിലാളികൾ വന്നിട്ട് ആ തൊഴിലാളികൾക്ക് എത്ര തണുപ്പുള്ള രാവിലെയാണെങ്കിലും വെള്ളത്തിൽ കൈമുക്കിക്കൊടുത്ത് ബറക്കത്ത് കൊടുത്ത ആളല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് സാധുക്കൾക്ക് ആ ബറക്കത്ത് വേണ്ട? ഇനി ചോദിക്കട്ടെ, അതുകൊണ്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സംസം വെള്ളമോ മറ്റോ ഒരാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ നിങ്ങൾ എന്തെങ്കിലും സംഭാവന കൊടുത്തോളി, ഇത് നിങ്ങൾ ബർക്കത്തിന് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ അത് തെറ്റ